Welcome back to Learnino. BTech lateral entry എക്സാമിന്റെ സിലബസ് ഡിസ്കഷൻ ആണ്. സോ ലെറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനും എഴുതാവുന്നതാണ് ബിടെക് തേർഡ് സെമസ്റ്ററിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്. സോ ഇതിൽ ബേസിക്കലി നമുക്ക് ബിടെക്കിന്റെ S1 S2 പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെ ആയിരിക്കും, അതിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. സോ അതിൽ വരുന്ന സബ്ജക്ട്സ് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, പ്രോഗ്രാമിംഗ് സി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, മാത്സ്, ഇംഗ്ലീഷ്. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ആ സിലബസ് എങ്ങനെയാ വരുന്നതെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് പഠിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ S1 S2 പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ് റൂൾസ്, റെഗുലേഷൻസ്, ബിൽഡിംഗ് ഏരിയ. ദെൻ മോഡ്യൂൾ 2 സർവേയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, സ്റ്റീൽ, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. മോഡ്യൂൾ 3 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബ്രിക്ക്, മാസണറി, റൂഫ്സ്, ഫ്ലോർസ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, ഗ്രീൻ ബിൽഡിംഗ്സ്. മോഡ്യൂൾ 4 is about thermodynamic cycles ആണ് മോഡ്യൂൾ 4 വരുന്നത്. അതിൽ ഡിഫറെന്റ് IC എഞ്ചിൻ, അതിന്റെ എഫിഷ്യൻസി, 2-stroke എഞ്ചിൻ, 4-stroke എഞ്ചിൻ, അതെല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ 5 റെഫ്രിജറേഷൻ, അതിൽ കാർനോട്ട് സൈക്കിള്, COP, വേപ്പർ കംപ്രഷൻ സൈക്കിള്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ദെൻ പിന്നെ ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ്, ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻസ്, അതൊക്കെ വരുന്നുണ്ട്. ആൻഡ് മോഡ്യൂൾ 6 മാനുഫാക്ചറിംഗ് പ്രോസസ്സ്, മെറ്റൽ ജോയിനിങ് പ്രോസസ്സ്, ബേസിക് മെക്കാനിക് ഓപ്പറേഷൻസ്, അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ട 3 മോഡ്യൂൾസ് സിവിലിന്റെയും 4, 5, 6 മെക്കാനിക്കലിന്റെയും ടോപ്പിക്സ്. അങ്ങനെയാണ് മൊത്തം ഈ 6 മോഡ്യൂൾസിൽ സിവിലും മെക്കാനിക്കലും കൂടെ വരുന്നത്. ഓക്കെ, 30 മാർക്സ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരിക. അടുത്തത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മോഡ്യൂൾ ഇലക്ട്രിക്കലും പിന്നത്തെ 3 മോഡ്യൂൾ ഇലക്ട്രോണിക്സും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺസെപ്റ്റ്സ്, അതേപോലെ തന്നെ നമുക്ക് ലോസ്, ഓംസ് ലോ, KVL, KCL, പിന്നെ അതേപോലെ തന്നെ മെഷ് കറന്റ് മെത്തേഡ്, അതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് കുറെ ടേംസ് ഉണ്ട്, MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ് ഒക്കെ പറഞ്ഞാൽ അതെല്ലാം വരും. ഫാരഡേസ് ലോ, ലെൻസസ് ലോ, പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ബേസിക്സും കൂടെ സെക്കൻഡ് മോഡ്യൂൾ. തേർഡ് മോഡ്യൂളിലെ AC സർക്യൂട്ട്സ് ആണ്. അതിൽ നമുക്ക് ട്രിഗ്നോമെട്രിക്, റെക്ടാംഗുലർ, പോളാർ, കോംപ്ലക്സ് ഫോം, അതുപോലെ തന്നെ സിമ്പിൾ AC സർക്യൂട്ടും 3 phase AC സിസ്റ്റം ഒക്കെ, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, അതൊക്കെ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ തിയറിയും അറിഞ്ഞിരിക്കണം, ഒപ്പം പ്രോബ്ലംസും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മോഡ്യൂൾ 4 ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ആണ്. സെമി കണ്ടക്ടർ ബേസിക്സ് പഠിക്കണം. പിന്നെ PN ജംഗ്ഷൻ ഡയോഡും BJTയും കൂടെ വരുന്നതാണ് മോഡ്യൂൾ 4. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, ലൈക്ക് റെക്ടിഫയർ, ഫിൽട്ടർ, ആംപ്ലിഫയർ, ഇൻസ്ട്രുമെന്റേഷന്റെ 1-2 ടോപ്പിക്സ് വരുന്നുണ്ട്. മോഡ്യൂൾ 6 കമ്മ്യൂണിക്കേഷൻ ആണ്. ബേസിക് ആയിട്ട് വരുന്ന മോഡുലേഷൻ, AM, FM, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, GSM-ന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ 1, 2, 3 ഇലക്ട്രിക്കൽ, 4, 5, 6 ഇലക്ട്രോണിക്സ്. അഗൈൻ 30 മാർക്സ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് സി പ്രോഗ്രാമിംഗ് ആണ്. സി പ്രോഗ്രാമിംഗിൽ നമുക്ക് 15 മാർക്സ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ ബേസിക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ബേസിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിലാണ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസിക് സ്ട്രക്ചർ, ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻ, കൺട്രോൾ ഫ്ലോ, സ്റ്റേറ്റ്മെന്റ്സ്. മോഡ്യൂൾ 3 അറേസ് ആൻഡ് സ്ട്രിങ്സ് ആണ്. മോഡ്യൂൾ 4 ഫംഗ്ഷൻസ് വരുന്നത്, ഫംഗ്ഷൻസ്, സ്റ്റോറേജ് ക്ലാസ്. ദെൻ മോഡ്യൂൾ 5 പോയിന്റേഴ്സും ഫയൽസ്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ്. 5 മോഡ്യൂൾസ് ആണ് ഇതിൽ വരുന്നത്. നേരത്തേക്ക് 2 സബ്ജക്ട് ആയതുകൊണ്ടാണ് നമുക്ക് 6 മോഡ്യൂൾ വരുന്നത്. സി പ്രോഗ്രാമിംഗിൽ നമുക്ക് 5 മോഡ്യൂൾസ് ആണ് വരുന്നത്, 15 മാർക്ക്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും 15 മാർക്ക് തന്നെയാണ്. 5 മോഡ്യൂൾസ് ആണ്. ഫസ്റ്റ് മോഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, അതിനകത്ത് നമുക്ക് പാരലോഗ്രാം ലോ, ഇക്വിലിബ്രിയം ലോ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, അങ്ങനെ മെക്കാനിക്സിന്റെ ബേസിക്സ്. സെക്കൻഡ് മോഡ്യൂളിൽ ഫ്രിക്ഷൻ, പാരലൽ കോപ്ലാനർ ഫോഴ്സസ്, ഇതൊക്കെ നമ്മൾ +2 ലെവലിൽ ഫിസിക്സിൽ അതിന്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്. മോഡ്യൂൾ 3 സെൻട്രോയിഡ് ഓഫ് കമ്പോസിറ്റ് ഏരിയാസ്, ഫോഴ്സസ് ഇൻ സ്പേസ്, അതെല്ലാം വരുന്നുണ്ട്. മോഡ്യൂൾ 4 ഡൈനാമിക്സ്, ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്, മൊമെന്റം, അങ്ങനെയുള്ള കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. മോഡ്യൂൾ 5 റൊട്ടേഷൻ, പ്ലെയിൻ മോഷൻ ഓഫ് റിജിഡ് ബോഡി, സിമ്പിൾ ഹാർമോണിക് മോഷൻ. മെക്കാനിക്സ് നമ്മൾ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ, ടോപ്പിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കുറെ ടോപ്പിക്സ് ഉണ്ട്, അതിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്.
again 15 mark. നെക്സ്റ്റ് മാത്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്സിൽ ഫസ്റ്റ് മോഡ്യൂൾ ലീനിയർ ആൾജിബ്ര ആണ്. സെക്കൻഡ് മോഡ്യൂൾ മൾട്ടിവേരിയബിൾ കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. മോഡ്യൂൾ 3 സീക്വൻസ് ആൻഡ് സീരീസ്. മോഡ്യൂൾ 4 കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ. മോഡ്യൂൾ 5 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം. അപ്പൊ നമുക്കറിയാം ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിൽ S1ഉം S2 രണ്ടിലും മാത്സ് വരുന്നുണ്ട്. S1 മാത്സ്, S2 മാത്സ്. അതിന്റെ ടോപ്പിക്സ് കുറച്ച് ഒരുമിച്ച് എടുത്താണ് നമ്മൾ ഇവിടെ 5 മോഡ്യൂൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Okay, so that's about maths. And finally നമുക്ക് ഇംഗ്ലീഷ് 10 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസേജ് തന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബേസിക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ ഈ ലെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ സിലബസ് നോക്കി മനസ്സിലാക്കി തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ തിയറി നന്നായിട്ട് പഠിക്കുക. കുറേയധികം ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് MCQs നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നമ്മൾ ലേണിംഗ് നമ്മൾ അതിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.